ഉപകരണങ്ങളില്ലാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം ശ്രീചിത്രയിൽ ന്യൂറോ ഇന്റർവെൻഷണൽ റേഡിയോളജി ശസ്ത്രക്രിയ മുടങ്ങി. 15 ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു. 2 ദിവസത്തിനകം പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് ആശുപത്രി അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. അതിനിടെ ശ്രീചിത്രയിലേക്ക് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായെത്തി. ഉപകരണങ്ങൾ കൃത്യസമയത്ത് വാങ്ങാത്ത മൂലം മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ പ്രതിസന്ധിയിലാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. ന്യൂറോ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയകൾ പൂർണ്ണമായി മുടങ്ങി. 15 ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു. ഉപകരണങ്ങൾ വാങ്ങുന്ന കമ്പനിയുമായുള്ള കരാർ പുതുക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. സംഭവത്തിൽ ഇടപെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശ്രീചിത്ര ഡയറക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പുറത്തു പ്രചരിക്കുന്ന തരത്തിൽ വലിയ പ്രശ്നം ശ്രീചിത്രയിലില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രോഗികൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം 2 ദിവസത്തിനകം പരിഹരിക്കും. HLL കീഴിലുള്ള അമൃത് ഫാർമസി വഴി ഉപകരണങ്ങൾ എത്തിച്ച് ഒരാഴ്ചയോടെ ശസ്ത്രക്രിയ സാധാരണ നിലയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും മന്ത്രി പങ്കുവച്ചു. പേഷ്യൻസിനൊന്നും ഒരു രീതിയിലും ഉപദ്രവം ഏൽപ്പിക്കാത്ത തരത്തിൽ റിവൈവ് ചെയ്യാനുള്ള എല്ലാ നിശ്ചയങ്ങളും ആയിട്ടുണ്ട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അടക്കം 100 കണക്കിന് രോഗികളെയാണ് ശ്രീചിത്രയിലെ പ്രതിസന്ധി ഗുരുതരമായി ബാധിച്ചത്. അടിയന്തര ആവശ്യമുള്ള ശസ്ത്രക്രിയകൾ മെഡിക്കൽ കോളേജിൽ നടത്താൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അടിയന്തരമായി ശസ്ത്രക്രിയകൾ വേണ്ട കേസുകൾ, ന്യൂറോ സംബന്ധമായിട്ടുള്ളതും കാർഡിയോ സംബന്ധമായിട്ടുള്ള കേസുകൾ, അത് മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ആ ശസ്ത്രക്രിയകൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ ഉപകരണങ്ങൾ വാങ്ങാത്തതിന് പിന്നിൽ അഴിമതിയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ശ്രീചിത്രയിലേക്ക് പ്രതിഷേധവുമായി എത്തി. ജം വഴി വാങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ഗുണമേന്മയില്ലെന്ന ആരോപണവും ഇതിനിടെ ഉയർന്നു. മീഡിയ 1 തിരുവനന്തപുരം.